ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു 130 ഗ്രാം പ്രോട്ടീൻ ഡെയിലി കിട്ടുന്ന ഒരു മീൽ പ്ലാനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവാം. അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ജിമ്മിൽ പോകുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെല്ലാം ബോഡി സെറ്റാക്കട്ടെ. അപ്പോൾ മിക്കുള്ളവർക്കും ഡെയിലി എത്ര ഗ്രാം പ്രോട്ടീൻ ബോഡി വെയ്റ്റിനനുസരിച്ചും അവരെ ഫിറ്റ്നസ് ഗോൾസിനൊക്കെ അനുസരിച്ചൊക്കെ എത്ര ഗ്രാം പ്രോട്ടീൻ ഒന്നും എടുക്കണമെന്ന് അറിയത്തില്ല. നമ്മളെ ഫിറ്റ്നസ് ഗോൾസ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഡയറ്റും നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, ബോഡി ബിൽഡിങ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണോ നമ്മളെ ലക്ഷ്യം അത് വെച്ചിട്ടാണ് നമ്മളെ ഡയറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പം ഡെയിലി എടുക്കേണ്ട കാർബോഹൈഡ്രേറ്റ്, ഡെയിലി എടുക്കേണ്ട പ്രോട്ടീൻ, ഫാറ്റ്, അപ്പം ഇതൊക്കെ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു ഒരു മീൽ പ്ലാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് പോവും, ഫാറ്റ് പോവും, പ്രോട്ടീൻ പോവും. ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. മസിൽ ഡെവലപ്പിങ് അല്ലെങ്കിൽ മസിൽ ബിൽഡിങ് ഉണ്ടാക്കി ബോഡിയിൽ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഈ മൂന്ന് സാധനവും ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്. കാർബോഹൈഡ്രേറ്റ്, അൺഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, അതുപോലെ ലീൻ പ്രോട്ടീൻ കേട്ടോ. ഇപ്പം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളുണ്ട്, ലീൻ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഡെയിലി ഒരു 130 ഗ്രാം പ്രോട്ടീൻ, നിങ്ങളൊരു 130 ഗ്രാം നിങ്ങളെ ബോഡിക്ക് ഒരു 130 ഗ്രാം പ്രോട്ടീനാണ് നിങ്ങൾ ഡെയിലി കൊടുക്കുന്നതെങ്കിൽ, അത്രയും പ്രോട്ടീൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന 130 ഗ്രാം ഡെയിലി കിട്ടുന്ന പ്രോട്ടീൻ കിട്ടുന്ന ഒരു മീൽ പ്ലാനാണ് ഞാൻ ഇപ്പം പറഞ്ഞു തരുന്നത്. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ഫുൾ എഗ്ഗാണ് കേട്ടോ. 3 ഫുൾ എഗ്ഗ്, ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു 18 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഗ്രീക്ക് യോഗേട്ട് നിങ്ങൾ ഒരു കപ്പ് എടുക്കുക. ഒരു കപ്പിനകത്ത് 10 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പീസ് ആൽമണ്ട്സ് കേട്ടോ. 4 പീസ് ആൽമണ്ട്സ് എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഒരു 4 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ്, മോർണിംഗിൽ നിങ്ങൾ കഴിക്കേണ്ട ഫുഡ്. ഇനി നിങ്ങൾ ഉച്ചയ്ക്ക് എടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുക്കണം. ചിക്കൻ ബ്രസ്റ്റ് എടുക്കുമ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിനകത്തൊന്നും കുക്ക് ചെയ്യില്ല. മിക്കുള്ള ആൾക്കാരും ഓയിലിനകത്തൊക്കെ കുക്ക് ചെയ്ത് ഒരുപാട് എണ്ണയൊക്കെ ആക്കിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെയൊന്നും കഴിക്കില്ല. ഈ നമ്മളെ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിച്ച് കഴിക്കാവൂ. അങ്ങനെ കുക്ക് ചെയ്തിട്ടേ കഴിക്കാവൂ കേട്ടോ. ഓവറായിട്ടുള്ള എണ്ണയൊന്നും ഇട്ട് അതിനകത്ത് ഒഴിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കല്. അപ്പം 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിനകത്ത് നിങ്ങൾക്കൊരു 30 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ്. അതുപോലെ കിനോവ എടുക്കുമ്പോഴത്തേക്ക് ഒരു 1 കപ്പ് എടുക്കുക. 1 കപ്പ് കിനോവ എടുക്കുക, അതിനകത്ത് ഒരു 8 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ്. അതുപോലെ 1 കപ്പ് മിക്സഡ് വെജിറ്റബിൾ കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾ ആയിരിക്കണം. ക്യാരറ്റ്, കുക്കുംബർ, അങ്ങനെ ഫുള്ള് മിക്സ് ആയിട്ടുള്ള വെജിറ്റബിൾ 1 കപ്പ് എടുക്കുക. അത് നിങ്ങൾ ചെറിയ രീതിയിൽ ബോയിൽ ചെയ്തിട്ടോ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ലഞ്ചിൽ നിങ്ങൾ എടുക്കേണ്ട നിങ്ങളെ ഫുഡ്. ഇനി വൈകിട്ട് ഒരു 4-5 സ്നാക്സ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വൈകിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു പ്രീ വർക്കൗട്ട് എന്ന നിലയ്ക്കും ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം വൈകിട്ട് നിങ്ങൾ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ വേ പ്രോട്ടീൻ എടുക്കുക. ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ എടുക്കുക. അതിനകത്തൊരു 27 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ് കേട്ടോ. അതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ആൽമണ്ട്സും കൂടെ മിക്സ് ചെയ്യുക. ആൽമണ്ട്സ് വേ പ്രോട്ടീൻ്റെ കൂടെ തന്നെ ഒരു 4 ആൽമണ്ട്സ് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പാൽ യൂസ് ചെയ്യുക കേട്ടോ. പാലും വെള്ളവും കൂടെ യൂസ് ചെയ്തിട്ട് വേണം വേ പ്രോട്ടീൻ മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പം വൈകിട്ടുള്ള സ്നാക്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഡിന്നർ വൈകിട്ട് രാത്രി കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണി 11 മണിക്ക് ഫുഡ് കഴിക്കല്. നിങ്ങൾ ജിമ്മിലൊക്കെ പോയി നിങ്ങൾക്ക് ഒരു ബോഡി സെറ്റാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു 8-9 മണിക്കകത്തെങ്കിലും ഫുഡ് കഴിച്ചിരിക്കണം കേട്ടോ. ലേറ്റായിട്ട് ഫുഡ് കഴിക്കരുത്. അപ്പം ഡിന്നറിൽ നിങ്ങൾ എടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാൽമൺ 100 ഗ്രാം സാൽമൺ എടുക്കണം. സാൽമൺ ഫിഷ് കേട്ടോ. അത് ഒന്നുകിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കുക കേട്ടോ. ഗ്രില്ല് ചെയ്ത്, ഇപ്പോൾ ചിക്കനാണെങ്കിൽ നമുക്ക് വേവിച്ചും പുഴുങ്ങിയൊക്കെ കഴിക്കാം. പക്ഷേ മീൻ അങ്ങനെ ചിലർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കുക. ഗ്രില്ല് ചെയ്യുമ്പം ഈ പറഞ്ഞിട്ടുള്ള ഓയിലൊന്നും നമ്മുടെ ബോഡിക്ക് പോകത്തില്ല.
അപ്പോൾ ഗ്രില്ല് ചെയ്ത് 100 ഗ്രാം സാൽമൺ 30 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ് അതിനകത്ത്. ഒരു 1 കപ്പ് ബ്രൗൺ റൈസ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മസിൽ ബിൽഡിംഗ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബ്രൗൺ റൈസ് എടുക്കുക. ബ്രൗൺ റൈസിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ബ്രൗൺ റൈസ് ആണ് ഏറ്റവും നല്ലത്. അത് വലിച്ചു വാരി കഴിക്കൽ ഒരു 200, അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അളന്ന് കഴിക്കുക. 1 കപ്പ് ബ്രൗൺ റൈസ് കേട്ടോ. 1 കപ്പ് ബ്രൗൺ റൈസ് നിങ്ങൾ എടുക്കുക. ഓക്കെ, അതിനകത്ത് ഒരു 5 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വിറ്റാമിൻസും മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ഒരുപാടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് ബ്രൗൺ റൈസിൽ കിട്ടുന്നതാണ് കേട്ടോ, ഒരു കപ്പ് ബ്രൗൺ റൈസിൽ. പിന്നെ ബ്രോക്കോലി, 1 കപ്പ് ബ്രൊക്കോലി ചെറിയ ചൂടിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ബ്രൊക്കോലി നിങ്ങൾ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പം ഇത്രയാണ് നിങ്ങളെ ഒരു ദിവസം ഇത് എടുക്കേണ്ട ഫുഡുകൾ. 130 ഗ്രാം വെച്ച് കിട്ടുന്ന ഒരു മീൽ പ്ലാനാണ്, നല്ലൊരു മീൽ പ്ലാനാണ് ഇത്. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ഹെവി ആയിട്ടുള്ള ഡയറ്റിലോട്ടൊന്നും, ഇപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡയറ്റിലോട്ടൊന്നും, ഒരു മീൽ പ്ലാനിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഇത് അധികം എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. അപ്പം 130 ഗ്രാം പ്രോട്ടീൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഡെയിലി ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. മസിൽ ബിൽഡിംഗ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്ത് നോക്കിക്കോ, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിക്ക് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം അതനുസരിച്ചുള്ള ഫുഡ് ബോഡിക്ക് കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും റിക്കവറിങ് ഒന്നും നടക്കത്തില്ല. അതുപോലെ പിന്നെ ജിമ്മിൽ പോയി മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തേങ്ങാ വെള്ളം ഉണ്ടല്ലോ, കോക്കനട്ട് വാട്ടറൊക്കെ ഒരുപാട് കുടിച്ചോ. കാരണം അതിനകത്ത് വിറ്റാമിൻ B6 അതുപോലെ അമിനോ ആസിഡൊക്കെ നമ്മളെ ബോഡിക്ക് തരാൻ കഴിയുന്നൊരു വെള്ളമാണ് തേങ്ങാ വെള്ളം കേട്ടോ. അതുപോലെ ഒരു വിറ്റാമിൻ C, വിറ്റാമിൻ D, അങ്ങനെ ഒരുപാട് ഘടകങ്ങളൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാ വെള്ളം നല്ലതാണ്. തേങ്ങാ വെള്ളം കിട്ടുമെങ്കിൽ മാക്സിമം നിങ്ങൾ ധാരാളം കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു മീൽ പ്ലാൻ ഫോളോ ചെയ്ത് നോക്കിക്കോ, ഉറപ്പായിട്ടും 130 ഗ്രാം ഡെയിലി നിങ്ങളുടെ ബോഡിയിൽ പ്രോട്ടീൻ കയറുന്നതാണ്. അതുപോലെ തന്നെ അപ്പം ഇത് നിങ്ങളെ ഫ്രണ്ട്സൊക്കെ, നിങ്ങൾ ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ചുമ്മാ വാരി വലിച്ചിട്ട് വർക്കൗട്ടും ചെയ്ത് ചുമ്മാ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതെ ചുമ്മാ ജിമ്മിൽ പോയി പൈസയും കളഞ്ഞ് ടൈമും കളയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. എങ്ങനെ പ്രോട്ടീൻ എടുക്കണം, എത്ര പ്രോട്ടീൻ എടുക്കണം, അതുപോലെ എന്തൊക്കെ ഫുഡുകൾ കഴിക്കണമെന്ന് അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ ജിമ്മിൽ ചെന്നിട്ട് ചുമ്മാ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എടുക്കേണ്ട കാർബോഹൈഡ്രേറ്റ്, എടുക്കേണ്ട പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ്, ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്, ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്, അതുപോലെ കഴിക്കേണ്ട രീതികൾ, അതുപോലെ നമ്മളെ ബോഡിക്ക് ഒരുപാട് വെള്ളം കൊടുക്കുക. അപ്പോൾ ഇതൊന്നും അറിയാതെ ചുമ്മാ ചെന്ന് വർക്കൗട്ട് ചെയ്തിട്ട് റിസൾട്ടൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ ഡയറ്റും അതുപോലെ നിങ്ങൾ എടുക്കുന്ന ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡും അതുപോലെ നിങ്ങളെ റെസ്റ്റും അതുപോലെ നിങ്ങളെ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ടും ടെക്നിക്സും ഇതൊക്കെ എല്ലാം കറക്റ്റായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടൂ. ഇപ്പം നമ്മൾ ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാവർക്കും റിസൾട്ട് കിട്ടും. പക്ഷേ നമുക്ക് റിസൾട്ട് കിട്ടുന്ന അത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പം നിങ്ങൾ ജിമ്മിൽ ചെന്ന് കറക്റ്റായിട്ട് ടെക്നിക്കലും അതുപോലെ കറക്റ്റ് ഫോമിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് നേരെ വന്ന് നിങ്ങൾ കഴിക്കുന്ന ഫുഡിലും അതുപോലെ നിങ്ങളെ മീൽ പ്ലാനിലും നിങ്ങൾ എടുക്കേണ്ട പ്രോട്ടീൻ്റെ അളവിലും നിങ്ങൾ അതുപോലെ ബോഡിക്ക് കൊടുക്കുന്ന റെസ്റ്റിലും നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ അവിടെ നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. വർക്കൗട്ടും പ്രോപ്പർ ആയിരിക്കണം, നിങ്ങളെ മീൽ പ്ലാനും പ്രോപ്പർ ആയിരിക്കണം, നിങ്ങൾ എടുക്കേണ്ട പ്രോട്ടീൻ്റെ അളവും പ്രോപ്പർ ആയിരിക്കണം, നിങ്ങളെ ബോഡിക്കുള്ള റെസ്റ്റും പ്രോപ്പർ ആയിരിക്കണം. എല്ലാം പ്രോപ്പർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഉറപ്പായിട്ട് നിങ്ങൾ അറിയാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.